ട്രംപ് തന്റെ കുടിയേറ്റ നിയന്ത്രണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുഖം നോക്കാതെ മുമ്പോട്ട് പോകുന്നു. ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണത്തിൽ ഏറ്റവും ഒടുവിൽ ഇരയായിരിക്കുന്നത് ഇന്ത്യയാണ്. അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പിടികൂടുകയും അവരെ ഡിറ്റൻഷൻ സെന്ററുകളിൽ പാർപ്പിച്ചതിന് ശേഷം ഓരോരുത്തരെയായി വിമാനങ്ങൾ പ്രത്യേകം ബുക്ക് ചെയ്ത് നാട് കടത്തുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി സൈന്യത്തെ തന്നെ ട്രംപ് ഇറക്കിയിട്ടുണ്ട്. അധികാരത്തിലെത്തി ഒരാഴ്ച കൊണ്ട് ആയിരക്കണക്കിന് പേരാണ് തടവിലായിരിക്കുന്നത്. തടവിലാക്കപ്പെട്ടിരിക്കുന്ന മിക്കവരെയും കാത്തു നിൽക്കാതെ നാട് കടത്തുകയും ചെയ്യുന്നു. പനാമ, കൊളംബിയ, കോസ്റ്റാറിക്ക, ഗാട്ടിമല, ഡൊമിനിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഇതിനോടകം നാട് കടത്തിയിട്ടുണ്ട്. എന്നാൽ ചില രാജ്യങ്ങൾ സഹകരിക്കുന്നില്ല. കൊളംബിയ സഹകരിക്കാതെ വന്നപ്പോൾ അവർക്ക് താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഒടുവിൽ അവർ സഹകരിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ പിടികൂടപ്പെട്ട് നാട് കടത്താൻ കഴിയാതിരിക്കുന്ന വെനസ്വേലയും ക്യൂബയും അടക്കമുള്ള ചില രാജ്യങ്ങളിലെ പൗരന്മാരെയാണ്. ഏതാണ്ട് 18,000-ഓളം ഇന്ത്യക്കാരും ഇങ്ങനെ ട്രംപിന്റെ ടാർഗറ്റിലുണ്ട്. അവരിൽ പലരും പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. അവരിൽ മലയാളികൾ പോലുമുണ്ട് എന്നത് കൗതുകമുണർത്തുന്ന വാർത്തയാണ്.